നമസ്കാരം. ഇന്ത്യൻ ആയുധങ്ങൾ വാങ്ങാൻ ലോകരാജ്യങ്ങൾ ക്യൂ നിൽക്കുന്നു എന്നത് ഇന്ത്യൻ പ്രതിരോധ മേഖലയുടെ മുന്നേറ്റത്തെയാണ് കാണിക്കുന്നത്. പ്രതിരോധ മേഖല രാജ്യത്തിന്റെ സുപ്രധാന മേഖലകളിൽ ഒന്നാണ്. റഷ്യൻ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയിൽ നിർമ്മിച്ച അത്യാധുനിക കലാഷ്നിക്കോവ് AK-203 അസോൾട്ട് തോക്കുകൾക്ക് ഡിമാൻഡ് ഏറുന്നു. ആഫ്രിക്കൻ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളാണ് പ്രധാനമായും ഈ ആയുധങ്ങൾ ആവശ്യപ്പെട്ട് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സംയുക്ത സംരംഭമായ അമേതി ദി ഇൻഡോ റഷ്യൻ റൈഫിൾസ് പ്രൈവറ്റ് ലിമിറ്റഡിലെ കോർവ ഓർഡിനൻസ് ഫാക്ടറിയിൽ 6,71,000 AK-203 തോക്കുകൾ നിർമ്മിക്കാനും നീക്കം നടക്കുന്നുണ്ട്. യുക്രൈനുമായുള്ള യുദ്ധത്തെ തുടർന്ന് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ റഷ്യയെ ഒറ്റപ്പെടുത്തിയതോടെയാണ് AK-203 അസോൾട്ട് തോക്കുകൾക്കായി ആഫ്രിക്കൻ രാജ്യങ്ങൾ ഇന്ത്യയെ സമീപിച്ചത്. മേക്കിംഗ് ഇന്ത്യ, ആത്മനിർഭർ ഭാരത് തുടങ്ങിയ പദ്ധതികളുടെ ഭാഗമായി 6 ലക്ഷത്തോളം തോക്കുകളാണ് നിർമ്മിക്കുന്നത്. 2021 നവംബറിലാണ് 5,000 കോടി രൂപയുടെ കരാർ ഒപ്പിട്ടത്. ആയുധങ്ങൾ കയറ്റുമതി ചെയ്യാനുള്ള തീരുമാനം ആഫ്രിക്കൻ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ പ്രതിരോധ ബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഒപ്പം പ്രതിരോധ ഉൽപാദനത്തിൽ സ്വയാശ്രയത്തിനുള്ള ഇന്ത്യയുടെ കാഴ്ചപ്പാട് ശക്തിപ്പെടുത്തുകയും ചെയ്യും. AK-203 ആക്രമണ റൈഫിളിന്റെ സവിശേഷതകളിലേക്ക് വന്നാൽ ശത്രുവിന് 800 മീറ്റർ വരെ ദൂരെ നിന്ന് കീഴ്പ്പെടുത്താനാവും. ഇവയ്ക്ക് വളരെ ആഴത്തിൽ തുളച്ചു കയറാൻ സാധിക്കും. AK-203 ആക്രമണ റൈഫിൾ AK-200 സീരീസിന്റെ ഒരു ആധുനിക പതിപ്പാണെന്ന് പറയാം. ഈ റൈഫിലുകൾ കലാഷ്നിക്കോവ് റൈഫിലുകളുടെ പാരമ്പര്യ ഗുണങ്ങൾ നിലനിർത്തുന്നുണ്ട്. വിശ്വാസ്യതയും അറ്റകുറ്റപ്പണിയുടെ എളുപ്പവും ഉൾപ്പെടെ സൈന്യത്തിന് വളരെ യോജിച്ചതാണിവ. ഇന്ത്യയിലെ നിർമ്മാണ പ്രക്രിയയിൽ റഷ്യൻ സാങ്കേതിക വിദ്യകളും സർട്ടിഫൈഡ് ഉപകരണങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. റൈഫിലുകൾ ഉയർന്ന നിലവാരമുള്ള മാനദണ്ഡങ്ങൾ പാലിക്കുന്നുവെന്നും വിവിധ പ്രവർത്തന സാഹചര്യങ്ങളിൽ പ്രതീക്ഷിച്ച രീതിയിൽ പ്രവർത്തിക്കുന്നുവെന്നും ഉറപ്പുവരുത്തിയാണ് നിർമ്മിക്കുന്നത്. 2010 റഷ്യയിലെ കലാഷ്നിക്കോവ് കോൺസോൺ ആണ് AK-203 വികസിപ്പിച്ചത്. 2019 റഷ്യയും ഇന്ത്യയും റൈഫിൾസ് ഉണ്ടാക്കാനുള്ള കരാറിൽ ഒപ്പുവെച്ചിരുന്നു. എങ്കിലും വില നിർണ്ണയത്തിലുണ്ടായ വിയോജിപ്പുകളും റഷ്യക്കെതിരായ അന്താരാഷ്ട്ര ഉപരോധങ്ങളും ഉൽപാദനത്തിലും വിതരണത്തിലും കാലതാമസം ഉണ്ടാക്കിയിട്ടുണ്ട്. 6,70,000 AK-203 തോക്കുകൾ ഇന്ത്യൻ സൈന്യം വാങ്ങുന്നുണ്ട്. 2024 ജൂലൈയിൽ 35,000 റൈഫിലുകൾ ഇന്ത്യൻ സൈന്യത്തിന്റെ കൈകളിലേക്ക് എത്തിച്ചു നൽകിയിട്ടുണ്ട്. ഇന്ത്യ റഷ്യ പ്രതിരോധ കയറ്റുമതിയിലേക്ക് വന്നാൽ 2009-2013 കാലഘട്ടത്തിലെ 76% നിന്ന് ഇന്ത്യയുടെ ആയുധ ഇറക്കുമതിയിൽ റഷ്യയുടെ പങ്ക് 2019-2023 കാലയളവിൽ വെറും 36% കുറഞ്ഞിട്ടുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യയിലേക്ക് സാങ്കേതിക വിദ്യ കൈമാറുന്നതിൽ റഷ്യ കൂടുതൽ ഉദാരത പുലർത്തുന്നതായും സഹവികസനത്തിനും സഹനിർമ്മാണ സംരംഭങ്ങളിലും സഹകരിക്കാൻ കൂടുതൽ സന്നദ്ധത ഉണ്ടെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പ്രതിരോധ ആവശ്യങ്ങൾക്കായി ഏതെങ്കിലും ഒരു രാജ്യത്തെ അമിതമായി ആശ്രയിക്കാതെ തന്ത്രപരമായ സ്വയംഭരണം കൈവരിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള പങ്കാളിത്തം കെട്ടിപ്പടുത്തുന്നതും അതേസമയം തദ്ദേശീയ നിർമ്മാണത്തിലും ഇന്ത്യ ശ്രദ്ധ നൽകുന്നുണ്ട്. നിലവിൽ 90 രാജ്യങ്ങളിലേക്ക് ഇന്ത്യ ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്നു. ലോകരാജ്യങ്ങൾ ഇന്ത്യയുടെ ആയുധങ്ങൾ വാങ്ങാൻ മുൻനിരയിലുണ്ട്. ഇന്ത്യൻ പ്രതിരോധ മേഖല വൻ കുതിപ്പിലാണ്. രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച പാടില്ലല്ലോ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്. ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്ക് ഇനിയും മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കട്ടെ. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.